ഹായ് ഹലോ, കേതിൻ്റെ ഏതും തുടത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യാനും ലൈക്ക് ഷെയർ കമൻറ്റ് ഒന്നും മറക്കല്ലേ. ഇന്ന് നമ്മളൊരു അടിപൊളി മാമ്പഴ അച്ചാറായിട്ടാണ് വന്നിട്ടുള്ളത്. പച്ച മാങ്ങയല്ല, മധുരമുള്ള, ഒരുപാട് പഴുത്തല്ല, മധുരം തോന്നിക്കുന്ന ഒരു മാമ്പഴ അച്ചാറുമായിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത്. ഇതിനൊരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. മധുരവും എരിവും പുളിയും ഉപ്പും ഒക്കെ ചേർന്ന് നല്ലൊരു ഫീലാണ് കേട്ടോ. ഈ അച്ചാറിടാനായിട്ട് നമ്മൾ കുറച്ചധികം മാങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ. 1 കിലോ ഒന്നും അല്ല, ഒരു 2-2.5 കിലോ കാണും. ഇത് നല്ല വൃത്തിയായിട്ട് കഴുകി തുണി കൊണ്ട് തുടച്ചെടുത്തതാണ്. അതിന് ഇതുപോലെ ഇത്തിരി വലിയ പീസായിട്ട് വേണം മുറിക്കാൻ. കണ്ടില്ലേ, മാങ്ങയുടെ ഉള്ളിലൊക്കെ ചെറിയ മഞ്ഞളിപ്പ് വന്നിട്ടുണ്ട്. ഇപ്പോഴേ ചെറിയ മധുരം ഉണ്ട് കേട്ടോ. ഇതിനെ അരിഞ്ഞ് നമ്മൾ ഉപ്പും വിനാഗിരിയും പിന്നെ നമ്മൾ മഞ്ഞപ്പൊടിയും കൂടെ ചേർത്ത് ഓവർ നൈറ്റ് വെക്കണം. ഓവർ നൈറ്റ് ഒന്നും നിർബന്ധമൊന്നുമില്ല, 2 ദിവസം കഴിഞ്ഞാലും കുഴപ്പമൊന്നുമില്ല, അത്രയും മധുരം വീഴും. അപ്പോൾ തുടങ്ങല്ലേ. പാൻ ചൂടായിട്ടുണ്ട്, അതിലേക്ക് നമ്മൾ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. വെളിച്ചെണ്ണ ചേർക്കാമായിരുന്നു, വെളിച്ചെണ്ണ ചേർത്ത് ചിലപ്പോൾ കനയ്ക്കാൻ ചാൻസ് ഉണ്ട് കുറേ ദിവസം ആകുമ്പോഴേ. പിന്നെ എനിക്ക് നല്ലെണ്ണ ടേസ്റ്റ് ഇഷ്ടമല്ല, അതുകൊണ്ടാണ് ഞാൻ സൺഫ്ലവർ ചേർത്ത്. അതിലേക്ക് നമ്മൾ ആവശ്യത്തിന് കടുകിട്ട്, കടുകൊക്കെ എത്ര വേണമെങ്കിലും ഇടാം. എനിക്ക് കടുക് ഇഷ്ടമല്ലാത്ത കാരണം ഞാൻ 1 ടീസ്പൂൺ ഇട്ടിട്ടുള്ളൂ. പിന്നെ 1 ടീസ്പൂൺ ചെറിയ ജീരകം. ജീരകം ഇങ്ങനെ പൊരിഞ്ഞ് വരുമ്പോഴത്തേക്ക് നമ്മൾ കുറച്ച് വെളുത്തുള്ളി ഈ അച്ചാറിന് ഒരുപാടൊന്നും വേണ്ട, കുറച്ച് വെളുത്തുള്ളി മതി. ഇനി നമ്മൾ കുറച്ച് കായ ഇട്ട് കൊടുക്കുക. ഒരു കട്ടക്കായമാണ്, ഞാൻ കട്ടക്കായ കൂടുതലും യൂസ് ചെയ്യാറുള്ളത്. പിന്നെ മെയിൻ ആയിട്ട് നമ്മുടെ കാന്താരി, ഇത് നമ്മുടെ പറമ്പിലുണ്ടായതാ കേട്ടോ. കാന്താരി ഇട്ടിട്ട് വായി നോക്കി ഇന്ന് തെറിച്ച് വീഴും, അതുകൊണ്ട് അപ്പം തന്നെ അടച്ചോണം. അതെല്ലാം നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് കറിവേപ്പില ഇടാം. കറിവേപ്പില ഒന്നും വാടി വരുമ്പോഴത്തേക്ക് നമുക്ക് മസാല ഇട്ട് കൊടുക്കാം. 3 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്, കാശ്മീരി ചില്ലി പൗഡറാണ്. അച്ചാറിന് ഒരുപാട് ആളുകൾ നമ്മുടെ സാധാ മുളക് പൊടിയാണ് ചേർക്കാറുള്ളത്. ഞാൻ അങ്ങനെ സാധാ മുളക് പൊടി ഉപയോഗിക്കാറില്ല. ഞാൻ കൂടുതലും കാശ്മീരി ചില്ലിയാണ് ഉപയോഗിക്കുന്നത്. കാര്യം കുട്ടികളൊക്കെ കഴിക്കുന്നില്ല, എരിവ് അധികം പാടില്ലല്ലോ. ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് വേണം നമ്മൾ ഈ പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാൻ. എൻ്റെ ഗ്യാസിൻ്റെ ബർണർ ഇത്തിരി വലുതാണ്, അപ്പോൾ നന്നായിട്ട് ചൂട് നിൽക്കും. ഇതിലേക്ക് 3/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ ഉലുവാപ്പൊടിയും ചേർത്തു. മഞ്ഞൾപ്പൊടി ഓൾറെഡി നമ്മൾ മാങ്ങയിൽ പുരട്ടി വെച്ചിട്ടുണ്ടല്ലോ, അതുകൊണ്ടാണ് കുറച്ച് മാത്രം ചേർത്ത്. ഇനി ഇതിലേക്ക് കുറച്ച് വിനാഗിരിയും കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഒരുപാടൊന്നും ചേർക്കണ്ട, നമ്മൾ മാങ്ങയ്ക്കകത്ത് ചേർത്തിട്ടുണ്ടല്ലോ, അത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. വിനീഗർ ചേർക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ ഫ്ലെയിം ഓൺ ആക്കണം. നന്നായിട്ട് ഒതുക്കി കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് ഇനി നമ്മൾ ഓവർനൈറ്റ് വെച്ചിരിക്കുന്ന മാങ്ങ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാൻ ഓവർനൈറ്റ് ഇല്ല, 2 ഡേയ്സ് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു ഫ്രിഡ്ജിൽ. ഒരു കാര്യം പറയാൻ മറന്നുപോയി, നമ്മളിത് പുറത്തല്ല വെക്കേണ്ടത്, ഫ്രിഡ്ജിലാണ് കേട്ടോ വെക്കേണ്ടത്, ഫ്രീസറിലല്ല, താഴെ. മാങ്ങ നമ്മൾ കുറച്ചായിട്ട് അതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. നമ്മൾ ഇപ്പോൾ ഫ്ലെയിം കുറച്ച് വെക്കുക, കൂട്ടി വെക്കരുത്, അപ്പം മാങ്ങ വാടിപ്പോവും. ഇതിന് നമ്മൾ മാങ്ങ ഒരുപാട് വേവിക്കാനൊന്നും പാടില്ല, കാര്യം പഴുത്തൊരു മാങ്ങയല്ലേ. അപ്പം നന്നായിട്ട് പഴുത്ത, അല്ലെങ്കിൽ ഒരു കടിക്കാൻ കിട്ടുമ്പോൾ ഒരു ടേസ്റ്റ് അല്ലേ. ഇത് മധുരം ആകുമ്പോൾ ഒരുപാട് വേവിച്ച് കഴിഞ്ഞാൽ ഒരു ടേസ്റ്റ് വ്യത്യാസം വരും. അങ്ങനെ ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. അങ്ങനെ നമ്മുടെ മാങ്ങ അച്ചാറല്ലല്ലോ, മാമ്പഴ അച്ചാർ ഓൾമോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഇളക്കി നോക്കിയപ്പോൾ കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ട്. അച്ചാറിന് എപ്പോഴും നമ്മൾ ഉപ്പ് മുന്നിൽ വേണമല്ലോ, അങ്ങനെ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം, ഫീഡ്ബാക്ക് അറിയിക്കണം. അടിപൊളിയാണ്, നല്ല ടേസ്റ്റ് ആണ്. അപ്പോൾ ടാറ്റ, ഓക്കെ, ബൈ ബൈ.